നമ്മളെ ക്യൂട്ടിയുടെ കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇനി ഒന്ന് ആടി കൂടി കാണിച്ചാടാ. This is where we gonna sleep today. So hello guys, അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ പോലെ മൂന്നാം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ലഗേജ് ഒക്കെ ഇപ്പൊ സമയം 9:50 നമ്മൾ നേരെ തമ്പാനൂരാണ് പോകുന്നത്. തമ്പാനൂരാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പ്രണവ് വരും. അപ്പോ തമ്പാനൂർ പോയിട്ട് കാണാം. സോ ഹലോ ഗൈസ്, നമ്മളെ കുറച്ച് കഷ്ടപ്പെട്ടായാലും അളയനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അളയന്റെ ഔട്ട്ഫിറ്റ് വാങ്ങിയാണ് ഉണ്ടാക്കിയിട്ട് യാത്രക്കാരുണ്ടാ. അതെ അതെ, ഇതൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ ഇനി പരിപാടി മൂത്രം ഒഴിക്കണം. മൂത്രം വെച്ചിട്ട് മൂത്രം 5 രൂപ ജീപ്പിനുണ്ടോ. സോ മൂത്രം ഒഴിക്കണം, വണ്ടി കണ്ടുപിടിക്കണം, പോണം. ഓക്കെ, വണ്ടി വന്നിട്ട് വരാം. സോ ഗൈസ്, ദിസ് ഈസ് അവർ ബസ്. ഇതാണ് നമ്മളെ ബസ്. ബസ് കയറിട്ട് വരാം. അപ്പോൾ നമ്മളെ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഈ അതിമനോഹരമായ യാത്രയിൽ നമ്മളെ കൂടെ ചേരുക. ആലോചിക്ക് വല്ലതും പറയാനുണ്ടോ? സോ ഗൈസ്, അടുത്ത് വണ്ടി ചവിട്ടുമ്പോൾ നമുക്ക് വ്ളോഗ് ആക്കിയാൽ അടുത്ത് ഫുഡ് ആക്കി വെച്ചു. ഇതെങ്കിലും ചവിട്ട് കാണൂലായിരിക്കും രാത്രി. എവിടെയെങ്കിലും ചവിട്ട് മൂത്രം വയ്ക്കാനെങ്കിൽ ചവിട്ട് അപ്പോൾ വരാം. ഓക്കെ. സോ ഗൈസ്, 2 മണി കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് തുണിയൊക്കെ വിളിക്കാണെങ്കിൽ കോട്ടയം സ്റ്റാൻഡിലെത്തി. ഞാൻ ഒരിക്കൽ ഒരു തുള്ളി പോലെ ഞാൻ ഉറങ്ങിയില്ല. നീ ഉറങ്ങിയ? ഈ 10 വല കിടന്നുറങ്ങിക്കൊണ്ട് തിരളില്ല. ഓക്കെ. അപ്പോൾ ഭയങ്കര എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇനി 3 ചെന്നിട്ട് കാണാം. ഓ മൈ ഗോഡ്. ഓക്കെ, ഇനി 3 ചെന്നിട്ട് ഇനി വേറെയിടത്തും നിർത്തണമെന്ന് തോന്നുന്നില്ല. സോ ഹലോ ഗൈസ്, സമയം ഇപ്പോൾ 5:50 ആയിട്ടുണ്ട്. 5:50 അല്ലേ? 6:30 എത്തുമെന്നാണ് പറഞ്ഞത്. നമ്മൾ 10 മിനിറ്റ് ലേറ്റായി ഇറങ്ങിയിട്ട് അളിയെ 40 മിനിറ്റ് നേരത്തെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഭയങ്കര തണുപ്പ്. ഞാൻ ജാക്കറ്റ് വേണ്ടെന്ന് വെച്ചോന്നാണ് ടീഷർട്ടൊക്കെ ഇട്ട് അളിയെ മുണ്ടൊക്കെയാണ് കയപ്പ്. നമ്മളെ ക്യൂട്ടി ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തൊരു ചായകനുണ്ട്. കിടിലമാണ്. നല്ല വടയും ചമ്മന്തിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തുള്ള കാഴ്ചകളാണിത്. എവിടെയാടാ ചായക്കട? അണ്ണയാർ തലപതി സോ സുഹൃത്തുക്കളെ, ജാക്കറ്റുമായി അളിയാൻ വന്നിരിക്കുന്നു. ഇനി നമ്മൾ ഈ മയിൽ വാഹനത്തിലാണ് നമ്മളെ യാത്ര. യാത്ര തുടങ്ങിയിട്ട് വരാം. സോ സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഫോണാ അല്ല, ഇത് കോമം ധരിച്ചുള്ള ഇതല്ലേ. അതെന്താ കടിച്ചോളൂ. ചത്തി പോയത് തീരെ കുഴപ്പമില്ലല്ലോ. അള്ളി ആ സ്റ്റെപ്പുകൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? പ്രകൃതിയുടെ ലീലാവിലാസൻ. ഓ അത് തിരിച്ചു വന്നിട്ടില്ല. നോക്കണം, അതിന്റെ ഇടയിലൊരു വീട് നോക്കിയാണ്. സോ നമ്മൾ തുളസ് മാറ്റി 2 വണ്ടിയിലായി യാത്ര തുടങ്ങിയിരിക്കുന്നു. ഓ കിട്ടില്ല സാധനങ്ങൾ. 3 എസ്റ്റേറ്റുകൾക്കിടയിലൂടെ ഒരു യാത്ര. ഇത് എസ്റ്റേറ്റ് അല്ലേ പറയണേ? പിന്നല്ല ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂട്ടി പറഞ്ഞ ഫേമസ് ചായയും വടയും കട മൂന്നാറിലെ. ഇവിടെ നല്ല ചായ ചമ്മന്തിയും കിട്ടുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് പോയി കഴിക്കാം. ഗൈസ്, ഇതാണ് മൂന്നാറിലെ എസ് പി ചായ. ഇതിന്റെ പ്രത്യേകതകൾ പറയും ദർശി. ഇത് മിക്സ് ആവൂലേ?
കുടിക്കുമ്പോൾ മാത്രം നിൽക്കും. കൊള്ളാടാ, കൊള്ളാം കൊള്ളാം. നമ്മളാ ക്യൂട്ടിയുടെ കോമ്പിനേഷൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. കൊള്ളാം. മൊത്തം 6 കടി 3 SP ചായയല്ല SP. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നൈസാണ്. ഇതാണ് കട. ഒരു രക്ഷയില്ല. കട കാണാൻ പറ്റിയെന്ന് എൻ്റെ ബാക്കിൽ 100 രൂപയേ ഉള്ളൂ. 6 കടി 3 ചായ 100 രൂപയേ ഉള്ളൂ. 5 കടി 6. യെസ്. അപ്പൊ യാത്ര തുടരുകയാണ്. യാത്രകൾ തുടരുന്നു. നീ നേരെ യോഗേഷിന്റെ എസ്റ്റേറ്റ് അല്ല, വീട്ടിലേക്ക് സഞ്ചാരം നമ്മള് മൂന്നാർ ടൗൺ വിടുകയാണ്. നമുക്ക് പോകാണ്ട തേയിലത്തോട്ടത്തിലേക്ക് പോയാണ്. അപ്പൊ ഇതോടെ റേഞ്ച് കട്ടാവുകയാണ്. ഇനി ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ റേഞ്ച് കട്ടാവും. എല്ലാ റേഞ്ച് കട്ടാവും. പിന്നെ BSNL മാത്രമേ കിട്ടുള്ളൂ ഇവിടെ. സോ അതുവരെയുള്ള നഗര കാഴ്ചകൾ കാണൂ സുഹൃത്തുക്കളെ. നഗരമല്ലല്ലോ ഇത്, പട്ടണ കാഴ്ചകൾ കാണും സുഹൃത്തുക്കൾ. പട്ടണമല്ലേ ഇത്? പട്ടണം വെച്ചാൽ ടൗൺ അല്ലേ? സോറി. പിന്നെ ഇതെന്താണ്? പിന്നെ എന്ത് പറയാ, യാത്ര കാഴ്ചകൾ കാണൂ സുഹൃത്തുക്കളെ. ഇവിടെ കാണാനൊന്നുമില്ല, ഇനി വരും, കാണിച്ചാ. കേട്ടില്ല. സിംഗവാലം കുരങ്ങനാണ്. മന്നി എന്നാ പറയണേ നിങ്ങള്? അതായിരിക്കും. ഇതില് ഒരുപാട് അതന്നെ എവിടെ ഞാൻ കാണിച്ചു ഇറങ്ങി കാണിച്ചു. സിംഗവാലം കുരങ്ങനാണ്. മൂന്നാർ നമ്മളെ സ്റ്റേ ചെയ്യാൻ പോണ എസ്റ്റേറ്റിലോട്ട് പോകേണ്ട വഴിയാണിത്. സോ യാത്രകൾ തുടരുന്നു. ഓക്കെ. ധനുഷിനോട് പോയപ്പോഴാണ് അമ്പലചുംബിയായ മല ഞാൻ കണ്ട് ശരിക്കും അതിശയിച്ചു പോയി. അതിശയിപ്പിക്കുന്ന കാഴ്ച. യാത്രകൾ തുടരുന്നു. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുന്നു. യോഗേഷിന്റെ വീട്ടിലോട്ടോ. സുഹൃത്തുക്കളെ, യോഗേഷ് അവന്റെ വീട്ടിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. നമ്മൾ താമസിക്കേണ്ട എസ്റ്റേറ്റിലേക്ക് പോവുകയാണ്. നമ്മള് സ്റ്റേ ചെയ്യാൻ പോണ സ്ഥലത്തേക്ക് ഇരിക്കുന്നു. വലത് കാലം വെച്ച് കയറും മകനി. ഇതാരെ വീടാണ്? എന്റെ വീട്ടുകാരൊക്കെ അവിടെ പോയി. അച്ഛനമ്മ ചേച്ചിയാണ് അവിടെ. കണ്ടില്ല. വെള്ളം തിളപ്പിക്കുന്ന ധനുഷ് വൈറ്റ് റോക്ക. ഇനി ഒന്ന് ആടിയും കൂടി കാണിച്ചാടാ. അടിച്ചിടണേ. നമ്മള് യോഗേഷിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ യോഗേഷിന്റെ മാമന്റെ വീട്. നമ്മൾ കിടക്കുന്നത്. അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പൊ മാമന്റെ വീട്ടിലോട്ട് പോവാണേ. ഓ, ദിസ് ഈസ് വെയർ വി ഗോണ സ്ലീപ് ടുഡേ. അയ്യോ, ഇലക്ട്രിസിറ്റി വിഷം ഉണ്ടാക്കാൻ വേണ്ടി വരുമോ? നമ്മൾ സംസാരിക്കേണ്ടി വരും. പാർട്ടി ഇറങ്ങണം. പിന്നെ തേങ്ങ ഒരു കുഴപ്പമില്ല, കിട്ടില്ല. ഞാൻ ചോദിച്ചു ആവശ്യത്തിന് കൂടുതൽ മുറിയ റൂമുണ്ട്, റൂമിങ് സ്പേസ് ഉണ്ട്. എവിടെയാണ് നമ്മൾ രാത്രി കിടക്കാൻ പോണേ? അപ്പൊ സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ അടുത്ത മാട്ടുപട്ടിയിലല്ലേ പോകാൻ പോണേ. സോ മാട്ടുപട്ടിയില് ഞാനായിരിക്കും ഡ്രൈവ് ചെയ്യണത് വണ്ടി. അപ്പം സംസാരം ഉണ്ടാവില്ല.
കുറച്ച് പോണ വഴി നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് തിരിച്ചു പോണത്. അതുകൊണ്ട് വന്ന വഴിയിൽ നമ്മൾ വീഡിയോ എടുത്തല്ലോ. സോ മാട്ടുപ്പെട്ടി വന്നിട്ട് നമുക്ക് കുറെ വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ സെറ്റിൽ ആവട്ടെ.